എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ADGP ആയിരുന്ന MR അജിത് കുമാറിനെ DGP ആക്കാനുള്ള ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. നമുക്കറിയാം, ഈ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഈ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കേസ് തൊട്ട്, ഊരങ്കലക്കൽ തൊട്ട്, അവിഹിത സമ്പാദ്യം തൊട്ട്, അങ്ങനെ നിരവധി കേസുകൾ. ഊരങ്കലക്കലിന് എതിരെ ഇദ്ദേഹത്തിനെതിരെ ത്രിതല അന്വേഷണമാണ് നടക്കുന്നത്, അതായത് 3D അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഇന്ന് ഇദ്ദേഹം മാറിയിട്ടില്ല. ഇദ്ദേഹം അവിഹിത സമ്പാദിച്ചതോ അല്ലെങ്കിൽ BJP നേതാക്കളെ കണ്ടതോ അങ്ങനെ യാതൊരു കാര്യത്തിലും അദ്ദേഹത്തിനൊരു അയോഗ്യത നമ്മുടെ മുഖ്യമന്ത്രി കാണുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രതികളെ ശിക്ഷിച്ചതായിട്ടോ ഒരു അകറ്റി നിർത്തിയതായിട്ടോ ഒഴിവാക്കിയതായിട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതൊരു കേസ്, പോലീസ് കേസോ അല്ലെങ്കിൽ കൊലപാതക കേസോ എന്ത് കേസും ആയിക്കോട്ടെ, ഒരു കേസ് വരുമ്പോഴത്തേക്കും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ കേസിനങ്ങ് ട്വിസ്റ്റാണ്. പിന്നെ വാദി പ്രതിയാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ PP ദിവ്യയുടെ കാര്യം തന്നെ അറിയാം. PP ദിവ്യ പ്രതിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന സകല മലയാളികളും വിധി എഴുതി, അങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ് പിണറായി ചെയ്തത് പാർട്ടിയിൽ. ഇങ്ങനെയുള്ള ഏത് പ്രതിയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് കേസിൽപ്പെട്ടാലും അവർക്ക് സ്ഥാനക്കയറ്റമേ ഉണ്ടാകത്തുള്ളൂ. വിജിലൻസിൻ്റെ തലപ്പത്തു നിന്നും ആഭ്യന്തര അന്വേഷണത്തിൻ്റെ തലത്തിൽ നിന്നുമൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്ത് തരം താഴ്ത്തിയ ആളിനെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. ഏത് ഫീൽഡ് നമ്മൾ നോക്കുകയോ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയല്ല, CPM ആയി കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു വികലാംഗനായ വിദ്യാർത്ഥിയെ ഈ SFIക്കാർ മർദ്ദിച്ചത്. അതിനെതിരെ പോലീസ് കേസൊക്കെ ആയി. പക്ഷേ പോലീസ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസ് ഇങ്ങനെ അവരുടെ ചുറ്റും നിന്ന് അവരെ സംരക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണക്കേസിലും ആ പ്രതികളെ കാലകിങ്കരന്മാരായ കുട്ടിക്കുരങ്ങന്മാരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസും ഭരണകൂടവും ഒക്കെ കൈക്കൊണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ADMൻ്റെ മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, സത്യം പറഞ്ഞാൽ നീതിക്ക് യാതൊരു വിലയില്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അതിനിടയിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ, നെയ്യാറ്റിൻകരയിൽ CPMൻ്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിൽ ജലഘോഷയാത്ര നടത്തി പോലും. ഇപ്പം വഴി അടച്ച് സമരം നടത്തിയതിന് കോടതി പഴി കയറ്റതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഭൂമി, ജലം, വായു, ആകാശം എല്ലാം അവരുടെ സ്വന്തമാണ്. ഇപ്പം ഒരു തോട് അങ്ങ് അടച്ച് ഇവർ ജലഘോഷയാത്ര നടത്തിയെന്നാണ് ഇപ്പോൾ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് ഈ അജിത് കുമാറിൻ്റെ DGP പ്രവേശനവും നമ്മുടെ ഈ CPMൻ്റെ പാർട്ടിയുടെ ജലോത്സവവും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. ഞാൻ മിക്കവാറും എപ്പിസോഡുകളൊന്നും ഇത് പറയാറില്ല, പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് ഈ 2 വഞ്ചിയിൽ കാല് വെച്ച് സഞ്ചരിക്കുന്ന ഒരു പഴമൊഴിയുണ്ട്. അതാണ്, ഒന്ന് BJP വഞ്ചിയാണ്, ഒന്ന് CPMൻ്റെ വഞ്ചിയാണ്. ഈ 2 വഞ്ചിയിലും കൂടെ ഇദ്ദേഹം സഞ്ചരിക്കുകയാണ്. അതിൽ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ADGP ആണ്, അജിത് കുമാറാണ്.